നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത വാണിയമ്പാറയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് ചെറുപ്പ് മണ്ഡലം കമ്മിറ്റി പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. കാലവർഷം കനത്തതോടെ തീരദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞു. തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ഗാനരചയിതാവും കവിയുമായ വാസുദേവൻ പനമ്പിള്ളിയെ ആദരിച്ചു. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടത്തി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ യോഗാ ദിനം ആചരിച്ചു. വിദ്യാഭ്യാസ സെമിനാറും കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിന് ആദരവും നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ദേശീയപാത വാണിയമ്പാറയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. എറണാകുളത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് പോയിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഹൈവേ എമർജൻസി ടീമിന്റെ ക്രെയിൻ എത്തിച്ച് കാർ ഉയർത്തി. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. യൂത്ത് കോൺഗ്രസ് ചെറുപ്പ് മണ്ഡലം കമ്മിറ്റി പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റോഡിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെതിരെയായിരുന്നു പ്രതിഷേധം. സമരക്കാരെ പോലീസ് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും അശ്രദ്ധയും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുവെന്നാരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചത്. ചെറുപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത് തേറമ്പത്തിന്റെ നേതൃത്വത്തിൽ പെരുമ്പിള്ളിശ്ശേരി സെന്ററിലായിരുന്നു ഉപരോധ സമരം. സമരക്കാരെ പോലീസ് തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സുജിത് കുമാർ, മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ, ജോർജ് ആന്റോ, ബാലു കനാൽ, മജീദ് മുത്തുള്ളിയാൻ, P സന്ദീപ്, PH ഉമ്മർ, KR പിയൂസ്, PS ഫൈസൽ, VA സലീം, കുട്ടികൃഷ്ണൻ, CN വേണുഗോപാൽ, അഭിഷേക് ആറ്റുപുറത്ത്, KC ബിജോയ്, NK ബൈജു, ദിൽഷാദ്, ഹരീഷ് എന്നിവർ സംസാരിച്ചു. കാലവർഷം കനത്തതോടെ തീരദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞു. കയ്പമംഗലം എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. 250ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് തീരദേശത്തെ വീടുകളിൽ വെള്ളം കയറിയത്. കാക്കാത്തിരുത്തി മുതൽ എടത്തിരുത്തി പയ്യന്നൂർ വരെയുള്ള ഭാഗങ്ങളിലായി 300ഓളം വീടുകൾ വെള്ളത്തിലാണ്. വെള്ളക്കെട്ട് മൂലം ഉൾപ്രദേശത്ത് റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്കും മറ്റും മാറി. എടത്തിരുത്തി പഞ്ചായത്തിൽ ചാമക്കാല സ്കൂളിലെ ആശ്വാസ് കേന്ദ്രത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടെ 70 കുടുംബങ്ങളിൽ നിന്നുള്ള 168 പേരാണ് കഴിയുന്നത്. കയ്പമംഗലം പഞ്ചായത്തിലെ കാക്കത്തിരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിലെ ക്യാമ്പിൽ 42 കുടുംബങ്ങളിൽ നിന്നുള്ള 102 പേരുമാണ് ഉള്ളത്.
തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ഗാനരചയിതാവും കവിയുമായ വാസുദേവൻ പനമ്പിള്ളിയെ ആദരിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ലോക സംഗീത ദിനത്തിൽ കലാരംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിടുന്ന ഗാനരചയിതാവും കവിയുമായ വാസുദേവൻ പനമ്പിള്ളിയെ ആദരിച്ചു. ഗാനപ്രവീൺ അന്നമനട ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ KP ബാലൻ, തരംഗ് വൈസ് പ്രസിഡന്റ് വിജയൻ മൽപാൻ, പൂക്കാസ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് PC മനോജ്, ചിത്രകാരൻ സുരേഷ് മുട്ടത്തി, കവി PV രമേശൻ നടുമുറ്റം, പ്രസിഡന്റ് TP രാജൻ, അനശ്വർ പാലത്തിങ്കൽ, ശ്യാം രാജ്, പോൾ മാളക്കാരൻ, നന്ദ കിഷോരി, CP ബാബു എന്നിവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടത്തി. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് യോഗാധ്യാനത്തിൽ അണിചേർന്നു. യോഗയിലൂടെ നമ്മുടെ പിരിമുറുക്കങ്ങൾ മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് CS സുരേഷ്. പ്രതിപക്ഷത്തിന്റെ പിരിമുറുക്കം മാറിയാൽ ഭരണകക്ഷിക്ക് സമാധാനമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ. യോഗയിലൂടെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ കഴിയുമെന്നും പൊതുപ്രവർത്തകർക്കും ജീവനക്കാർക്കും ഇത് ഗുണപ്രദമാകുമെന്നും യോഗ അധ്യാപകൻ ശ്രീനിവാസൻ പനമ്പിള്ളി പറഞ്ഞു. ചാലക്കുടിയുടെ നന്മ ലഹരി പദ്ധതിയുടെ ഭാഗമായി മുനിസിപ്പൽ ജൂബിലി ഹാളിൽ നടന്ന യോഗാ ദിനാചരണം ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ പ്രീതി ബാബു അധ്യക്ഷയായി. CS സുരേഷ്, ബിന്ദു ശശികുമാർ, സൂപ്രണ്ട് ദിലേഷ് പൊന്നമ്പി എന്നിവർ പ്രസംഗിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ പരിശീലകൻ ശ്രീനിവാസൻ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ യോഗാ ദിനം ആചരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് പരിശീലകൻ KK അനിൽകുമാർ ക്ലാസ് നയിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷീജ ആന്റണി, അധ്യാപകരായ വാസന്തി മനോഹർ, ജോയ്സി ജോബി, അനീഷ KA, സിന്ധു ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ സെമിനാറും കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിന് ആദരവും നടത്തി. യൂത്ത് കോൺഗ്രസ് അളകപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും B.Ed നാച്ചുറൽ സയൻസിൽ 3ാം റാങ്ക് നേടിയ സംഗീത ജേക്കിനെയും ഗവൺമെന്റ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തറയിൽ നിന്നും KUHS PGD നെട്ര രോഗ വിഗ്യാൻ 3rd റാങ്ക് നേടിയ ലിറ്റി KVയെയും കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ഗുണനിലവാര സൂചികയിൽ 1ാം സ്ഥാനം നേടിയ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിനെയും ആദരിച്ചു. കുട്ടികൾക്കായി സിജോ പുന്നക്കര കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉദ്ഘാടനവും അവാർഡ് വിതരണവും മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു. വിദ്യാർത്ഥികൾ പഠനത്തിനൊപ്പം സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ മുന്നോട്ട് വരണമെന്നും രാജ്യ താൽപര്യ സംരക്ഷകരാകണമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോസ് വള്ളൂർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ K രാജേശ്വരി, ഫൈസൽ ഇബ്രാഹിം, ഷെറിൻ തേർമടം, ഭാഗ്യവതി ചന്ദ്രൻ, ജിമ്മി മഞ്ഞളി, TM ചന്ദ്രൻ, ആൻസ്, അഭിജിത്ത്, ആൽബിൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 5 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9230 രൂപ, പവന് 73,840 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത വാണിയമ്പാറയിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് ചെറുപ്പ് മണ്ഡലം കമ്മിറ്റി പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. കാലവർഷം കനത്തതോടെ തീരദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷം. കനോലി കനാൽ നിറഞ്ഞു കവിഞ്ഞു. തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ഗാനരചയിതാവും കവിയുമായ വാസുദേവൻ പനമ്പിള്ളിയെ ആദരിച്ചു. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടത്തി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ യോഗാ ദിനം ആചരിച്ചു. വിദ്യാഭ്യാസ സെമിനാറും കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിന് ആദരവും നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംരക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.